JNU തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് ABVP ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ ABVPയുടെ വൈഭവ് മീണയ്ക്ക് വിജയം. ആകെയുള്ള 42 കൗൺസിലർ സീറ്റുകളിൽ 24 സീറ്റിലും ABVP വിജയിച്ചു. ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയാണ് ABVPയുടെ വിജയം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പറയൂ. രോഹിണിയും JNU എന്ന ഇടത് സ്വാധീന കേന്ദ്രം ഇപ്പോൾ പൂർണ്ണമായി കാവി നിറത്തിലേക്ക് നീങ്ങുകയാണ്. ABVPയുടെ തിളക്കമാർന്ന പ്രകടനം ഈ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ സെൻട്രൽ പാനലിലെ ജോയിന്റ് സെക്രട്ടറി സീറ്റ് ABVP പിടിച്ചെടുത്തിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്നുള്ള വനവാസി വിഭാഗത്തിൽ നിന്നുള്ള വൈഭവ് മീണ എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഈ ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ വിജയിച്ചിരിക്കുന്നത്. ഒപ്പം കൗൺസിലർ സീറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ JNUവിൽ ആകെയുള്ള 42 കൗൺസിലർ സീറ്റുകളിൽ 24 ABVP, അതായത് ഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകളിലും ABVP വിജയിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പരമ്പരാഗത സ്വാധീന കേന്ദ്രമായ സ്കൂൾ ഓഫ് സോഷ്യൽ സ്റ്റഡീസ് സയൻസ്, അതോടൊപ്പം തന്നെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് തുടങ്ങി പരമ്പരാഗതമായി SFI, ISA, അതുപോലെ തന്നെ AIYF തുടങ്ങിയ സംഘടനകളുടെ സ്വാധീന കേന്ദ്രമായ ഈ 2 ക്യാമ്പസുകളിലും ABVP 2 സീറ്റുകളിൽ അവിടെ വിജയിച്ചിരിക്കുന്നു. അതിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ ABVP വിജയിക്കുന്നത് 25 വർഷത്തിന് ശേഷമാണ്. ഒപ്പം സ്കൂൾ ഓഫ് സംസ്കൃതിലും അതുപോലെ തന്നെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെയും മുഴുവൻ സീറ്റുകളിലും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും 2015 ABVPയുടെ സൗരവ് ശർമ്മയാണ് 2015 കാലത്ത് ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ, അതായത് 4 പ്രധാനപ്പെട്ട സെൻട്രൽ പാനൽ സീറ്റിൽ ഒരാൾ ABVPയുടെ പാനലിൽ വിജയിക്കുന്നത്. ആ വർഷമാണ് ABVP രാജ്യവിരുദ്ധ മുദ്രാവാക്യം അവിടെ മുഴക്കിയ ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും അത് പിന്നീട് പുറം ലോകം അറിയുകയും ഒക്കെ ചെയ്തത്. ആ വർഷം കനയ്യകുമാർ ആയിരുന്നു അവിടെ വിദ്യാർത്ഥി യൂണിയന്റെ അധ്യക്ഷൻ. അവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയ കാര്യം സൗരവ് ശർമ്മയെ പോലുള്ള ABVPയുടെ നേതാക്കൾ പുറം ലോകത്തെ അറിയിക്കുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2025 ഏതാണ്ട് ഒരു ദശാബ്ദത്തിന് 10 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ക്യാമ്പസിൽ ABVP ഒരു സെൻട്രൽ പാനൽ സീറ്റിലേക്ക് വിജയിക്കുന്നു. മറ്റ് 3 സീറ്റുകളിലും നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് ABVP സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. അത് ഇടത് സംഘടനകൾ പരസ്പര ധാരണയിൽ മത്സരിച്ചിട്ടും ചെറിയ വോട്ടുകൾക്ക് മാത്രം ABVPക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഒപ്പം കൗൺസിലർ സീറ്റുകളുടെ കണക്ക് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകളിലും ABVP വിജയിച്ചിരിക്കുകയാണ്. രോഹിണി. ശരി ഗൗതം. JNU തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് ABVP ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ ABVPയുടെ വൈഭവ് മീണയ്ക്ക് വിജയമാകെയുള്ള 42 കൗൺസിലർ സീറ്റുകളിൽ 24 സീറ്റിലും ABVP മിന്നും വിജയമാണ് കാഴ്ചവെച്ചത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.